നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യണോ വേണ്ട എന്ന് പലതവണയായിട്ട് ആലോചിച്ചതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അഭിപ്രായം എന്താണെന്ന് ഒന്ന് പറഞ്ഞു കളയാമെന്ന് വെച്ചു. കാര്യം ഈ ഒരു നിയമ നടപടികളിൽ പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള കഴമ്പൊന്നുമില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരു പക്ഷേ എല്ലാ ആളുകൾക്കും അതുപോലെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ലാലേട്ടന്, മലയാളത്തിൻ്റെ സ്വന്തം താരരാജാക്കന്മാരിൽ ഒരാളായിട്ടുള്ള ലാലേട്ടന് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം കിട്ടി അല്ലേ. ആ പുരസ്കാര നിറവിൽ അല്ലെങ്കിൽ ആ അവാർഡിൻ്റെ ആ നിശയിൽ നിൽക്കുമ്പോഴും നമ്മുടെ മമ്മൂക്കയ്ക്ക് ഇട്ടൊരു 8ന്റെ പണിയാണ് വന്നിരിക്കുന്നത്. മമ്മൂക്കയ്ക്ക് മാത്രമല്ല, മമ്മൂക്കയ്ക്കും മമ്മൂക്കയുടെ മകനും കുടുംബത്തിനും ഒക്കെ എതിരെയാണ് വലിയൊരു പണി വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പൃഥ്വിരാജിനും ഒരു പണി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തിൻ്റെ പേരിൽ വന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് വന്നത്? ഇതിൽ ഈ കുറ്റക്കാർ ഈ പൃഥ്വിരാജും മമ്മൂട്ടിയുടെ മകനും മമ്മൂട്ടിയും ഒക്കെ കുറ്റക്കാരാണോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പരാതി വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ളൊരു തെളിവില്ല, അല്ലെങ്കിൽ ഒരു ധാരണയില്ല. പരാതി അന്വേഷിക്കുന്നവർക്കും പരാതി കൊടുത്തിട്ടുള്ളവർക്കും അല്ലെങ്കിൽ നമുക്ക് പോലും ഒരു ധാരണയില്ല എന്തുകൊണ്ട് വന്നു എന്നുള്ളത്. അപ്പോൾ ഈ പരാതിയിൽ പറയുന്നത് ഓപ്പറേഷൻ നുംകൂർ എന്നാണ് പേരിട്ടിരിക്കുന്നത്. അതായത് ഭൂട്ടാനിൽ നിന്നും പട്ടാളത്തിന്റെ വാഹനങ്ങളെല്ലാം ഈ മറിച്ച് വിറ്റു. ആ മറിച്ച് വിറ്റ വാഹനങ്ങൾ തട്ടിയെടുത്തുകൊണ്ട് കള്ളക്കടത്തിൽ കൂടി കൊണ്ടുവന്നതാണ് ദുൽഖറും പൃഥ്വിരാജും ഒക്കെ ചെയ്ത് തെറ്റെന്നാണ് പറയുന്നത്. എന്നാൽ ഈ വാഹനങ്ങളൊക്കെ ഇവർ വാങ്ങിയത് എന്താ പറയുക, മോഹവില കൊടുത്തിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട വാഹനം ഇഷ്ടപ്പെട്ട കാശ് കൊടുത്ത് അവർ വാങ്ങിയതാണ്. ഇവർ ഈ രണ്ടുപേരും, ഈ ദുൽഖറും പൃഥ്വിരാജും ഒക്കെ വാഹന പ്രേമികളാണ് അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം, പല സിനിമകളിലും പല കാര്യങ്ങളിലും പല സിനിമകളിലും എല്ലാം ഇവരുടെ വാഹനങ്ങൾ ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്. പല ഇന്റർവ്യൂസിലും ഇവർ ഈ വാഹനങ്ങളുടെ ശേഖരത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഞാൻ വാഹനങ്ങളോട് ഭയങ്കര ക്രേസ് ഉള്ള ഒരാളാണ്, ഉപ്പയ്ക്കും ഭയങ്കര വാഹനങ്ങളോട് ക്രേസ് ഉള്ള ഒരാളാണെന്നൊക്കെ ദുൽഖറും പൃഥ്വിരാജും ഒക്കെ പറയാൻ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്രേസിൽ കൂടി തന്നെയാണ് ഇപ്പോൾ ഒരു പണി വന്നിരിക്കുന്നത്. അതായത് ഇവരെടുത്തിരിക്കുന്ന വാഹനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭൂട്ടാനിൽ നിന്ന് പട്ടാളക്കാർ വിറ്റ വാഹനങ്ങളാണെന്ന് പറയുന്നത്. അതായത് ലാൻഡ് ക്രൂയിസറിന്റെ 96 മോഡലും 90സിലുള്ള മോഡലുകളൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഈ മോഡലുകളൊക്കെ എത്രയും വർഷങ്ങളായിട്ടുള്ള നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്? കസ്റ്റംസ് ഡ്യൂട്ടി, അതേപോലെ തന്നെ വാഹനങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്യണമല്ലേ. അതായത് നിയമപാലകരുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഇവർ കൊണ്ടുവരാൻ പറ്റില്ല. അത് കപ്പൽ മാർഗമോ അല്ലെങ്കിൽ എയർ കാർഗോ വഴിയൊക്കെ ആയിരിക്കും വാഹനം കൊണ്ടുവരുന്നത്. അപ്പോൾ എങ്ങനെ തന്നെ കൊണ്ടുവന്നാലും ഇത് ചെക്ക് ചെയ്യാനായിട്ട് പല രീതിയിലുള്ള പ്രോസസ്സ് കാണും. നമുക്കിത് ഈ വാഹനങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതിനെ പറ്റി കൃത്യമായിട്ടുള്ള അറിവില്ല. എന്നിരുന്നാൽ തന്നെയും ഒരു സാധാരണ ഒരു വ്യക്തിയുടെ അറിവ് വെച്ചിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈ വാഹനം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആ വാഹനം കൊണ്ടുവരുമ്പോൾ അതിൻ്റെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അതിൻ്റെ പാസ് കൊടുക്കണം. അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുനിന്ന് കൊണ്ടുവരുമ്പോൾ ഇന്ത്യയിലുള്ള ആർമി അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഏതൊരു സേനയിൽപ്പെട്ട ആളുകളാണെങ്കിലും അതിന് അപ്രൂവൽ കൊടുക്കാനായിട്ട് അവർ മുന്നിലേക്ക് നിന്നല്ലേ പറ്റുള്ളൂ. വാഹനം ഇന്ത്യക്ക് പുറത്തുനിന്ന് കൊണ്ടുവരുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഞാനിങ്ങനെ ചാറ്റ് GPT ചോദിച്ചപ്പോൾ അതിൽ പറഞ്ഞാണ്, നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങളെ പറ്റി അറിവില്ല, അപ്പോൾ നമ്മൾ ചാറ്റ് GPT തന്നെ ആശ്രയിക്കണം. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് DGFT നിയമങ്ങളും സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ് CBIC നിയമങ്ങളും അനുസരിക്കണം. 2, വാഹനം റൈറ്റ് ഹാൻഡ് ഡ്രൈവ് RSD ആയിരിക്കണം. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വാഹനങ്ങൾ അനുവദനീയമല്ല സാധാരണയായി. വാഹനം BIS ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്, CMVR സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് തുടങ്ങിയ സ്റ്റാൻഡേർഡുകൾ പാലിക്കണം. വാഹനത്തിന്റെ പ്രായപരിധി സാധാരണയായി 3 വർഷം കവിയാത്ത സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾ മാത്രമേ ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യാൻ പാടുള്ളൂ. പുതിയത് കൊണ്ടുവരുന്നതിന് പ്രത്യേക അനുമതി വേണം. ആവശ്യമായ രേഖകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽ ഓഫ് ലാഡിംഗ്, എയർവേ ബിൽ ആൻഡ് ഇൻവോയ്സ് ആൻഡ് പർച്ചേസ് പേപ്പേഴ്സ്, ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്, കസ്റ്റംസ് ക്ലിയറൻസ് പേപ്പേഴ്സ്, പാസ്പോർട്ട്, വിസ, റെസിഡന്റ് പെർമിറ്റ് ഇഫ് ആപ്ലിക്കബിൾ. കസ്റ്റംസ് ഡ്യൂട്ടി എല്ലാം അടച്ച് വാഹനങ്ങളെല്ലാം നോക്കിയതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. രജിസ്ട്രേഷൻ, വാഹനം ഇന്ത്യയിൽ എത്തിച്ച ശേഷം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ രജിസ്റ്റർ ചെയ്യണം RTOയിൽ. റോഡ് ടാക്സ്, രജിസ്ട്രേഷൻ ഫീസ്, നമ്പർ പ്ലേറ്റ്സ്, ചാർജസ് എല്ലാം അടയ്ക്കണം. അപ്പോൾ ഇതെല്ലാം ചെയ്തതിന് ശേഷമാണ് ഈ വാഹനങ്ങളെല്ലാം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ പൃഥ്വിരാജും ദുൽഖറും ഒക്കെ ഈ സാധനം വണ്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നപ്പോൾ ഈ ഇന്ത്യയിലിരിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രിയുടെ ആളുകളൊക്കെ ആണല്ലോ. അപ്പോൾ ഇതൊന്നും നോക്കിയിട്ടില്ലേ? ഈ വാഹനങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇവരെന്താണ് ചെക്ക് ചെയ്തിരുന്നത്? ഈ വാഹനങ്ങളുടെ കസ്റ്റംസ് ഡ്യൂട്ടി അടച്ച് പൊല്യൂഷനും ടാക്സും നമ്പർ പ്ലേറ്റിന്റെ എല്ലാ അടക്കം ഫീസുകളും വാങ്ങിയിട്ട് വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ട് വർഷങ്ങളായി. ആ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാണ് ഒരു പേരിട്ടിരിക്കുന്നത്, ഓപ്പറേഷൻ നുംകൂർ. ഇതിനു മുൻപ് ഈ വണ്ടി മോഷണം കൊണ്ടുവന്നതാണോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും തട്ടിയെടുത്തതാണോ എന്നൊന്നും നോക്കാതെ ആ വാഹനങ്ങളിൽ കിട്ടാവുന്നതിന്റെ എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റിയതിന് ശേഷം ഇപ്പോൾ എന്താ പറയുക, ഇവരുടെ കുറെ ടീമുണ്ടല്ലോ, മറ്റേ NIA, പിന്നെ അതേപോലെ തന്നെ ED, അങ്ങനെ ഒരുപാട് ആളുകൾ ഈ വിഷയങ്ങളുമായിട്ട് മുന്നിലേക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ വിഷയങ്ങളിൽ ഇടപെട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മമ്മൂട്ടിയുടെ വീട്ടിലേക്കാണ് ആദ്യം ഇവർ പോയത്. എല്ലാം കൂടി മമ്മൂട്ടിയുടെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ മമ്മൂട്ടിയുടെ വാഹനശേഖരം ചെക്ക് ചെയ്യുന്നുണ്ട്, ദുൽഖറിന്റെ വാഹനശേഖരം ചെക്ക് ചെയ്യുന്നുണ്ട്. അതിന്
ശേഷം മാധ്യമങ്ങളെല്ലാം അപ്പോൾ അറിയിക്കുന്നുണ്ട്. ഇതെന്തിൻ്റെ പേരിലായിരിക്കും നടന്നത്? അതായത് ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും മേടിച്ചതിന് ശേഷം അല്ലെങ്കിൽ എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റിയതിന് ശേഷം പിന്നീട് വന്നിട്ടൊരു പരാതി അല്ലെങ്കിൽ പിന്നീട് വന്നിട്ട് ഇവർ ഈ വാഹനം ഇങ്ങനെ കടത്തിക്കൊണ്ട് വന്നാണെന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ അതിലെന്ത് ലോജിക്കാണുള്ളത്, എന്ത് വാല്യൂ ആണല്ലേ ഉള്ളത്? അപ്പോൾ നമുക്ക് ആദ്യം ഈ വാർത്ത ഒന്ന് കണ്ടു നോക്കാം, എന്താണ് അവിടെ നടന്നതെന്നുള്ള വാർത്ത കണ്ടു നോക്കാം. അതായത് ദുൽഖറിൻ്റെയും പൃഥ്വിരാജിൻ്റെയും ഒക്കെ വീട്ടിൽ റെയ്ഡിന് പോയിരിക്കുന്നതിൻ്റെ ഒരു വാർത്തയായിരുന്നു. ഏത് വാഹനം കണ്ടാലും ആഗ്രഹിച്ച് വാങ്ങുന്ന ആളാണ് ദുൽഖറും പൃഥ്വിരാജും എന്നൊക്കെയാണ് ആ ഒരു വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത്. അത് അമിത് ചക്കാലക്കൽ എന്ന് പറയുന്ന ഒരു നടനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ വാർത്ത കണ്ടു നോക്കിയിട്ട് ബാക്കി വീട്ടിലേക്ക് വരാം. ഇന്നാണ് വീട്ടിൽ വന്ന് നമ്മുടെ വീടൊക്കെ സെർച്ച് ചെയ്തിട്ടുള്ള ഒരു പരിപാടി ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ്. ദുൽഖറിന്റെ അതേപോലെ വാഹനങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. അവിടെയും ദുൽഖറിന്റെ ഒരു 2 വാഹനം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു പൃഥ്വിയുടെ വാഹനം കൊണ്ടുവന്നിട്ടില്ലെന്നുണ്ട്, ഇല്ല. പക്ഷെ കാണിക്കാനായിട്ട് ദുൽഖറിന്റെ വാഹനമൊക്കെ പരിചയമുണ്ടോ? എല്ലാം നമ്മൾ ഇൻസ്റ്റാഗ്രാം, കാര്യം എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും കൂടുതൽ എനിക്ക് ഭയങ്കര മീൻസ് ലുക്കപ്പ് ചെയ്യുന്ന ഒരാളാണ് ദുൽഖർ. കാര്യം എന്ത് മനസ്സിൽ ആഗ്രഹിക്കുന്നോ ആ വാഹനങ്ങൾ പുള്ളിയെടുത്തുണ്ട്. അപ്പൊ പുള്ളിയുടെ വാഹനം എന്ത് വന്നാലും ഒരു പേജിൽ പോസ്റ്റ് ചെയ്യുമല്ലോ, ഈ ദുൽഖറിന്റെ വാഹനം ഇന്ന സ്ഥലത്ത് കണ്ടുവന്ന്. അപ്പൊ ഞാൻ പ്രാവശ്യം പുള്ളിയോട് സംസാരിച്ചപ്പോൾ ഒറ്റ കാര്യം ഞാൻ ചോദിച്ചു, എനിക്ക് ഈ വണ്ടികളൊക്കെ ഒന്ന് കാണാനായിട്ടൊരു അവസരം തരുന്നത്. അപ്പോൾ പക്ഷെ അതെല്ലാം പുള്ളി എന്തറിഞ്ഞിട്ടാ, പുള്ളി ഒരിക്കലും ഒരു ഭൂട്ടാനിൽ പോയിട്ട് സ്മഗിൾ ചെയ്ത് കൊണ്ടുവന്ന വാഹനമല്ല, ഇതേപോലെ ആരുടെയെങ്കിലും കയ്യിൽ നിന്നൊക്കെ വാങ്ങുന്നതാണ്. അപ്പൊ ആ വാഹനങ്ങളുടെ ബാക്ക് ഡോക്യുമെന്റ്സ് അത് രജിസ്റ്റർ ചെയ്ത സമയത്ത് അവിടെ RT ഓഫീസിൽ കൊടുത്തേക്കുന്നത്. പക്ഷെ ഇനിയിപ്പോ ഇങ്ങനെ വരുമ്പോ ഇനി നമ്മൾ പഴയത് പോയി ചെകഞ്ഞ് കിട്ടണം. പക്ഷെ അതിന് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഒരു സപ്പോർട്ട് ഉണ്ടാവണം. കാര്യം ഈ പഴയ വാഹനങ്ങൾ നമ്മൾ വിവരാവകാശം കൊടുക്കുമ്പോൾ ഇങ്ങനെ എമർജൻസി ആയിട്ട് ഒന്ന് തരാനായിട്ടൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ വലിയ ഉപകാരം. ഇല്ലെങ്കിൽ ആ ഡോക്യുമെന്റ് കിട്ടുന്നവരെ വണ്ടി കിടക്കും. ഇനിയിപ്പോ ഒരു ഒറ്റ വണ്ടിയുടെ കാര്യത്തിൽ എനിക്ക് എന്റെ ഇതിലുള്ള MP ആ ഒരു വാഹനത്തിന്റെ മാത്രമാണ് എന്നോട് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. കണ്ടില്ലേ, ഇതിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ആ വാഹനം ഇനി ഇറക്കാനോ അല്ലെ വാഹനങ്ങൾ ഇവിടെ ഓടിക്കാനോ പറ്റുള്ളൂ. എന്ത് ചെയ്യുമായിരുന്നു അപ്പോൾ ഇത്ര നാൾ? ഈ വാഹനങ്ങൾ ഇവരെടുത്ത് ഓടിച്ചുകൊണ്ട് അല്ലെങ്കിൽ വാഹനങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറക്കിയപ്പോൾ എന്തെടുക്കുകയായിരുന്നു? നല്ല പരിപാടിയാണ്, സംഘിക്കുട്ടന്മാരുടെ പരിപാടി അല്ലെങ്കിൽ അവരുടെ കൈകടത്തിൽ തന്നെയാണ് ഇതിലുള്ളതെന്ന് നമുക്ക് അനുമാനിക്കാം. കാരണം ഇവരുടെ ആളുകൾ തന്നെയാണല്ലോ ഈ പറയുന്ന വാഹനങ്ങൾ ഇന്ത്യക്ക് അകത്തേക്ക് കൊണ്ടുപോകണോ പുറത്തേക്ക് കൊണ്ടുപോകണോ എന്നുള്ളത് ചിന്തിക്കുന്നല്ല തീരുമാനിക്കുന്നത്. അപ്പോൾ ഇവർ ഈ കാര്യങ്ങളിലെടുത്ത നിലപാട്, ഇപ്പോൾ പൃഥ്വിരാജിനെതിരെ വന്നിരിക്കുന്ന നടപടി എന്തുകൊണ്ടാണ് നമുക്കറിയാം. പൃഥ്വിരാജ് ഈ പല കാര്യങ്ങളിലും പ്രതികരിക്കുന്നതാണ്. ഇവരുടെ ഒരുപാട് വിഷയങ്ങളിൽ പൃഥ്വിരാജ് പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും എല്ലാം പ്രതികരിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ അന്നും പൃഥ്വിരാജിനെതിരെ വന്നൊരു നടപടികൾ എന്ന് പറഞ്ഞാൽ ED ആയിരുന്നു. അതായത് പൃഥ്വിരാജിന്റെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങി അന്ന് മുതൽ തുടങ്ങിയതാണ് പൃഥ്വിരാജിനോടുള്ള വിരോധം. ആ വിരോധത്തിൽ കൂടി പൃഥ്വിരാജിനെ അകത്താക്കാൻ പറ്റുന്ന എല്ലാ വഴികളും ഇവർ കണ്ടുപിടിക്കുകയും പൃഥ്വിരാജിനെതിരെ വലിയൊരു അക്രമം അഴിച്ചുവിടുകയൊക്കെ ചെയ്തതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇതാ പൃഥ്വിരാജിനെതിരെ ഈ വാഹനങ്ങളുടെ ഒരു പ്രശ്നം കൂടി വന്നിരിക്കും. ഇതിൽ സംഘിക്കുട്ടന്മാരുടെ കമന്റ് ബോക്സിലുള്ള മെഴുകൾ കാണാനോ കോമഡി. അതായത് രാജപ്പന്റെ ഉടായ്പ് പിടിച്ചു, രാജപ്പനെ പോലെ ഒരു കള്ളനെ പിടിച്ചു, രാജപ്പൻ അങ്ങനെയാണ് രാജപ്പൻ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര മെഴുകലാണ്. ഇതിന്റെ പിന്നിലെ കളികൾ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ അമിത് ചക്കാലക്കൽ എന്ന് പറയുന്ന നടൻ അല്ലെങ്കിൽ ആ ഒരു വാഹനപ്രേമി പറയുന്നത് ദുൽഖർ ഒരുപാട് വാഹനങ്ങൾ സ്നേഹിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് കിട്ടുന്ന എല്ലാ വാഹനവും വാങ്ങും. ഞാൻ ഇതിൽ എടുത്തു പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം, ഞാനിപ്പോൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു വാഹനത്തിലാണ് ഞാനിപ്പോൾ ഇരുന്ന് വീഡിയോ ചെയ്യുന്നത്. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു വണ്ടി എടുക്കണമെന്നുള്ളത്. അപ്പോൾ അവഗണിക്കപ്പെട്ടവരുടെ അവഗണിച്ചവരുടെയും കുറ്റം പറഞ്ഞവരുടെ എല്ലാം മുന്നിൽ ജീവിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാഹനം എടുക്കാൻ ആഗ്രഹിച്ചത്. എല്ലാ ആളുകളും അതുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഞാനൊരു വാഹനം എടുത്തപ്പോൾ ഞാൻ ആദ്യം നോക്കിയത് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ കണ്ടീഷനും വണ്ടിയുടെ ബോഡിയിലുള്ള എന്തെങ്കിലും തുരുമ്പോ അങ്ങനെ എന്തെങ്കിലും ആക്സിഡൻ്റൽ ഹിസ്റ്ററി ഉണ്ടോ എന്നൊക്കെയാണ് ഞാൻ നോക്കിയത്. അപ്പോൾ സാധാരണ ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാൾ, ദുൽഖറിനെ പോലെ കേരളം മുഴുവനും അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തി ഒരു വാഹനം എടുക്കാനായിട്ട് അയാൾ ഡയറക്റ്റ്ലി പോകുമോ? ഇല്ല. അയാൾ ആരെങ്കിലും അയാളുടെ PA മാനേജറൊക്കെ വെച്ചിട്ടായിരിക്കും വാഹനം എടുക്കുക. ആ വാഹനം എടുക്കുമ്പോൾ അമിത് ചക്കാലക്കലിനെ പോലെയുള്ള വാഹനപ്രേമികൾ അല്ലെ വാഹനങ്ങളെ പറ്റി എല്ലാം A to Z കാര്യങ്ങൾ അറിയാവുന്ന അദ്ദേഹം പറയുന്ന ഒരു വാർത്ത ഞാൻ കണ്ടതാണ്. വണ്ടിയുടെ എഞ്ചിൻ നോക്കാൻ ഒരാളുണ്ട്, ഗിയർ ബോക്സ് നോക്കാൻ ഒരാളുണ്ട്, വണ്ടിയുടെ പാച്ച് വർക്കും വണ്ടിയുടെ പുറമെയുള്ള കാര്യങ്ങൾ നോക്കാൻ ഒരാളുണ്ട്, വണ്ടിയുടെ ഹിസ്റ്ററി നോക്കാൻ ഒരാളുണ്ട്. ഇങ്ങനെയെല്ലാം ഞങ്ങൾ നോക്കിയിട്ട് ഞാൻ ചെക്ക് ചെയ്ത് ഓക്കെ പറയുന്നവരാണ് ഈ വണ്ടി എടുക്കുന്നത്. സെലിബ്രിറ്റീസ് അങ്ങനെ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ഡയറക്റ്റ്ലി ഇവർക്ക് പോയിട്ട് വണ്ടി എടുക്കാൻ പറ്റില്ല. അപ്പോൾ ദുൽഖറിന്റെ വിഷയത്തിലും പൃഥ്വിരാജിന്റെ വിഷയത്തിലും നടന്നിരിക്കുന്നത് അത് തന്നെയായിരിക്കും. ഇവരൊരു വാഹനം ഇഷ്ടപ്പെട്ടു, വാഹനം അത് പോയി PAയോട് പറഞ്ഞു കാണും, പോയി വാഹനം എടുത്തു, ആ വണ്ടി നല്ലതാണെന്ന് നോക്കിയിട്ട് എടുക്കാൻ പറഞ്ഞു കാണും, ഫണ്ട് കൊടുത്തു കാണും. ഇവർ പോയി വാഹനം എടുത്തുകൊണ്ട് വരുമ്പോൾ ആ വാഹനത്തിന്റെ മുൻകാല ചരിത്രം എന്താണെന്ന് ചികഞ്ഞു നോക്കാനായിട്ട് ഇവരെ കൊണ്ട് സാധിക്കില്ല. ആ ചരിത്രം നോക്കാനോ അതിന്റെ സർട്ടിഫിക്കേഷൻ ഒന്നും ഇവർക്ക് കിട്ടില്ല. ഇവർക്ക് ആ കിട്ടുന്നത് എന്താണ്? വണ്ടിയുടെ ഇൻഷുറൻസ്, വണ്ടിയുടെ പൊല്യൂഷൻ, വണ്ടിയുടെ എല്ലാ പേപ്പറുകളും ക്ലിയർ ആണ്, ഒരു നോ ആക്സിഡന്റ് ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു ഡെത്ത് സംഭവിച്ചിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല, വണ്ടിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാഹനം എടുത്തോളാനെന്നല്ലേ പറയുള്ളൂ. ആ വാഹനം എടുക്കുമ്പോൾ ആരാണ് അതിനൊരു നിയന്ത്രണം കൊണ്ടുവരേണ്ടത്?
അത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ആണ് അല്ലേ, സെൻട്രൽ ഗവൺമെന്റ് ആണ്. അങ്ങനെ ഒരു പുറത്തുനിന്നൊരു വാഹനം അകത്തേക്ക് വരുമ്പോൾ അതിൽ ആ വാഹനം ഇവിടെ ഓടിക്കാൻ പറ്റുമോ, ആ വാഹനം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അന്വേഷിക്കാതെ ആ വാഹനത്തിൽ നിന്ന് പിടുങ്ങാൻ പറ്റുന്ന എന്തൊക്കെയാണ്, അതായത് വിഴുങ്ങാൻ പറ്റുന്ന എന്തൊക്കെയാണെന്ന് നോക്കി എല്ലാം വിഴുങ്ങി. രജിസ്ട്രേഷൻ ഫീസ്, ടാക്സ്, വണ്ടിയുടെ പൊല്യൂഷൻ, വണ്ടിയുടെ നമ്പർ പ്ലേറ്റിന് പോലും പൈസ, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും പൈസയും അല്ലെങ്കിൽ ഫണ്ടൊക്കെ വാങ്ങിയിട്ട് വാഹനം ഇന്ത്യക്ക് അകത്ത് കൊണ്ടുവന്ന് ഓടിച്ചു കഴിഞ്ഞിട്ട് വർഷങ്ങൾക്ക് ശേഷം ഇവർക്കെതിരെ പരാതിയുമായിട്ട് പോയിരിക്കുന്ന ഈ പറയുന്ന EDയുടെയും NIAയുടെയും BJPയിലുള്ള പല ആളുകളുടെയും ഈ ഒരു ത്വര അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്തൊരു ചെറ്റത്തരമാണ്. ഇതിൽ ഞാൻ കണ്ടൊരു വേറെ വാർത്തയാണ്. ആ വാർത്തയിൽ പറയുന്നത് വാഹനം സംബന്ധിച്ചുള്ള എല്ലാ രേഖയും കസ്റ്റംസിന് കൊടുത്തിട്ടുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് മാധ്യമങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം കേട്ടോ. മാധ്യമങ്ങൾ ഈ കേസ് വളച്ചൊടിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസിനാണ് ഇത്ര ത്വര. ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇവരാണല്ലോ കോടതി. ഓടാ ഇറങ്ങി ചുമ്മാ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളും ചോദിച്ച് അയാൾ ഒരു ഉത്തരം പറഞ്ഞാലും അയാളുടെ അടുത്ത് വീണ്ടും ചോദിക്കുകയാണ്, ഇങ്ങനെയല്ലേ നടന്നേ, അങ്ങനെയല്ലേ നടന്നേ. അയാളുടെ വായിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെറുതെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നിട്ടുള്ള വേറെ വാർത്തയാണ്, വാഹനം സംബന്ധിച്ചുള്ള എല്ലാ രേഖകളും കസ്റ്റംസിന് ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അമിത് ചക്കാലയ്ക്കൽ പറയുന്നൊരു വാർത്തയാണ്. അത് കണ്ടു നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. എൻ്റെ വാഹനമായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഏകദേശം 5 വർഷമായിട്ട് ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ എൻ്റെ സോഷ്യൽ മീഡിയയിൽ തന്നെ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ അറിയാം, ഒരു 5 വർഷമായിട്ട് ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിരുന്നതാണ്. അപ്പം ഇന്നലെ ഇവിടെ വന്ന സമയം അവർ ആ വണ്ടിയുടെ ഡോക്യുമെന്റ്സും എല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ആ വണ്ടി 1999 രജിസ്റ്റർ ചെയ്തതിൻ്റെ അവർക്കത് ഓൺലൈൻ കയറി രജിസ്റ്റർ ചെക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ RTO ഇവിടെ നേരിട്ട് വന്ന് RTOയുടെ പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ രജിസ്ട്രേഷൻ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ ആ വണ്ടിയും ഇവിടെ കിടന്നിരുന്ന വേറൊരു LCയും പിന്നെ എൻ്റെ മറ്റേ അവിടെ പ്രാഡോയും അതിൻ്റെയും ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ കിടക്കുന്ന വണ്ടിയുടെ അപ്പം ചെക്ക് ചെയ്ത സമയത്ത് ജെന്യുവൻ ആയിട്ടാണെന്ന് പറഞ്ഞ് അവർ റിപ്പോർട്ട് ഇവിടെ നിന്ന് കൊടുത്തു. അപ്പോൾ ഇവർക്ക് ബേസിക്കലി അറിയേണ്ടത് ഈ വർഷങ്ങളിൽ വന്നേക്കുന്ന വിദേശത്ത് നിന്ന് ബൂട്ടാണെന്ന് മറ്റേ ഈ കഴിഞ്ഞ 1-2 വർഷമായിട്ട് വന്നേക്കുന്ന വണ്ടികളിൽ പെടുന്നതാണോ എന്നുള്ളായിരുന്നു. ഇപ്പം ഞാൻ തന്നെ എൻ്റെ വണ്ടി 5 വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ പഴയ ഒരു 10-15 വർഷങ്ങൾ മുമ്പ് ഓരോ കൈമാറ്റങ്ങൾ നടന്നതിൻ്റെയും സെയിൽ ഇതിൻ്റെ എല്ലാ ഫോട്ടോസും ഉൾപ്പെടെ ഒറിജിനൽസ് എല്ലാം ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് അത് വെരിഫൈ ചെയ്യണം. എൻ്റെ വണ്ടിയുടെ വെരിഫൈ ചെയ്തിട്ട് ഞാൻ നുണ പറയുന്നതല്ല, ഇത് ജെന്യുവൻ ആണെന്നുള്ളത് നമ്മൾ കൊടുക്കേണ്ടെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ വണ്ടിയുടെ തന്നെ പഴയ നമ്പർ വെച്ച് ഓൺലൈനിൽ സെർച്ച് ചെയ്ത ഒരു 15 വർഷം മുമ്പ് ഒരാൾ ചെയ്ത വ്ലോഗ് ഉൾപ്പെടെ റൈറ്റപ്പ് ഉൾപ്പെടെ ഉണ്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷെ മാധ്യമങ്ങൾക്കാണ് പ്രശ്നം. മാധ്യമങ്ങൾ വളച്ചൊടിച്ച വിഷയങ്ങൾ എന്തൊക്കെയാണ്. ഇവർ ഭൂട്ടാനിൽ പോയി കടത്തിയതാണ് മാധ്യമങ്ങൾ പറയുന്നത്. നാണമുണ്ടോ മാപ്രകളെ? മഞ്ഞപ്പത്രത്തിന് ഇതിനേക്കാളും വാല്യൂ ഉണ്ടല്ലോ. ഒരു ലോജിക്കും ഇല്ലാത്ത വാർത്തകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവരെ അങ്ങ് കരിവാരിത്തേക്കാനായിട്ട് കാണിച്ചു കൂട്ടുന്ന പരിപാടികളൊക്കെ കാണുമ്പോഴേ എന്തൊരു വൃത്തികെട്ട പരിപാടിയാണല്ലേ. അപ്പോൾ ഇതിൽ ഞാൻ വേറൊരു വാർത്ത കാണാനിടയുണ്ടായത് ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന വേറൊരു കാര്യമാണ്. വാഹനങ്ങൾ വാങ്ങിയ താരങ്ങളടക്കമുള്ളവർ തട്ടിപ്പിനെ കുറിച്ച് അറിവുള്ളവരാണെന്ന് കരുതുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വന്നിട്ടൊരു വാർത്തയിൽ പറയാം. അദ്ദേഹത്തിന്റെ പേരെന്താണെന്ന് അറിയില്ല, പക്ഷെ അദ്ദേഹം പറഞ്ഞത് 100% ഷുവർ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വാഹനം എടുക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കുക വണ്ടിയുടെ ആക്സിഡന്റ് ഹിസ്റ്ററി, അതേപോലെ തന്നെ വാഹനത്തിന് എന്തെങ്കിലും എഞ്ചിൻ പണി ഉള്ളതാണോ, അങ്ങനെയുള്ള തകരാറുകൾ ഉള്ളതാണോ എന്ന് നോക്കുക. ഫിറ്റ്നസ് ആയിരിക്കും ആദ്യം നോക്കുക. അല്ലാതെ വാഹനത്തിന്റെ മുൻകാല ചരിത്രം തിരഞ്ഞെടുക്കാൻ ആരും പോകത്തില്ല. ആഗ്രഹിച്ചെടുക്കുന്നതാണല്ലോ. ആഗ്രഹിച്ചെടുക്കുമ്പോൾ ആ ആഗ്രഹം, ആ വണ്ടി കിട്ടിയേ മതിയാവും എന്നൊരു ആഗ്രഹം ഉള്ളിൽ കാണും. അതിനുവേണ്ടി എത്ര പണം വേണം മുതലാക്കാൻ, അല്ലെങ്കിൽ എത്ര വേണം സ്പെൻഡ് ചെയ്യാനായിട്ട് ആർക്കും ബുദ്ധിമുട്ട് കാണില്ല. അത് ഇതുപോലുള്ള സെലിബ്രിറ്റീസ് ആകുമ്പോൾ. അപ്പോൾ അദ്ദേഹം പറയുന്ന വാക്കുകൾ എന്താണെന്ന് കേട്ട് നോക്കിയിട്ട് ബാക്കി വീട്ടിലേക്ക് വരാം. പക്ഷേ ബൈജു, ഇന്ന് കസ്റ്റംസ് കമ്മീഷണർ പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയ കാര്യം, ഇന്ത്യൻ ആർമിയുടെ വാഹനമാണെന്ന് പറഞ്ഞ് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വാഹനമാണെന്ന് പറഞ്ഞ് മറ്റ് എംബസികളുടെ, അമേരിക്കൻ എംബസിയുടെ അടക്കം എംബസികളുടെ വാഹനമാണെന്ന് പറഞ്ഞ് ഒക്കെയാണ് ഇത് പരിവാഹൻ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നത്. അവരുടെയൊക്കെ രേഖകൾ ഉപയോഗിച്ച് ഇതിന് ഒരു അടിസ്ഥാന രേഖ ഉണ്ടാക്കുന്നു. എന്നിട്ടാണ് ഇവിടെ പേര് മാറ്റുന്നത്, ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നത്. അതെ. അപ്പൊ ഞാനിപ്പോ ഒരു വാഹനം വാങ്ങിക്കുകയാണെങ്കിൽ അൾട്ടിമേറ്റ് ആയിട്ട് എനിക്ക് നോക്കാൻ പറ്റുന്നത് നമ്മുടെ സർക്കാരിന്റെ സൈറ്റിലാണ്. ആ സൈറ്റിൽ ആ വാഹനത്തിന്റെ രേഖകളെല്ലാം ഉണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും എനിക്കൊരു സംശയത്തിന് അവകാശമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവരാരും അങ്ങനെ ഒരു തട്ടിപ്പിന് ഇരയായവരാണ്, അല്ലാതെ അവർ സ്വയം തട്ടിപ്പ് നടത്തിയെന്ന് തോന്നുന്നില്ല. അങ്ങനെ പറയണമെങ്കിൽ ഇവർ തന്നെ ഒരു ഏജന്റിനെ ഭൂട്ടാനിൽ വിട്ട് ഇവർ തന്നെ അവിടുന്ന് വാഹനം കൊണ്ടുവന്ന് അവർ തന്നെ രജിസ്റ്റർ ചെയ്ത ഒരു കേസിലെ ഇവരെയൊക്കെ കുറ്റക്കാരാണെന്ന് ഞാൻ കരുതുന്നുള്ളൂ. ഇതിപ്പോ വളരെ എന്താണ് സുതാര്യമായ കാര്യമാണ്. നമ്മുടെ വെബ്സൈറ്റ് പരിവാഹൻ എന്ന് പറയുന്ന പരിപാവനമായ വെബ്സൈറ്റിൽ ഇതിന് എല്ലാ രേഖകളും ഉണ്ടെന്നുള്ളതുകൊണ്ട് തന്നെ ആരും ഒരു തരത്തിലും സംശയിക്കില്ല. അപ്പൊ ശരിക്കും ഇതിന്റെ ഒരു അടിസ്ഥാനം കൊണ്ടുവന്ന ആൾ തൊട്ടൊന്ന് അന്വേഷിച്ച് പിടിച്ച് വേണം ഈ ഒരു വലിയ ലോബിയെ കണ്ടെത്താൻ. ഇതിപ്പം ഏറ്റവും അറ്റത്ത് വാങ്ങിച്ചിരിക്കുന്ന ഇവരെ പോലുള്ള താരങ്ങളും
ഒന്നും ഇതിനെപ്പറ്റി ഒന്നും മനസ്സിലാക്കാതെ ആയിരിക്കും വാങ്ങിച്ചിരിക്കുന്നത് ഞാൻ കരുതുന്നു. കണ്ടില്ല, അദ്ദേഹം പറയുന്നത് വളരെ വ്യക്തമായുള്ള കാര്യം തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരൊന്നും ഇതൊന്നും അറിഞ്ഞിട്ട് വാങ്ങിയതായിരിക്കില്ല. ഇവരെല്ലാം വാഹനത്തിനുള്ള ക്രേസ് കൊണ്ട് വാങ്ങി കൂട്ടുന്നതാണ്. ഇവർക്കൊന്നും ഈ വാഹനം ഓടിച്ച് നോക്കാനൊന്നും സമയം കാണില്ല. എപ്പോഴെങ്കിലും ഇവരുടെ ഷൂട്ടിങ്ങിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്റർവ്യൂവിന് പോകുമ്പോഴായിരിക്കും വാഹനം പുറത്തിറക്കുക. അല്ലാതെ വാങ്ങിക്കഴിഞ്ഞാൽ മോഹൻലാലിന്റെ, മമ്മൂട്ടിയുടെ തന്നെ ഗ്യാരേജ് ഉണ്ട് നമ്മുടെ എറണാകുളത്ത്. അതിനകത്ത് തന്നെ മമ്മൂട്ടിയുടെ പഴയ സിനിമ, വല്യേട്ടൻ മുതലുള്ള എല്ലാ സിനിമകളിലെ വാഹനങ്ങൾ അതിനകത്തുണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ ക്രേസിനെ അതൊരു കള്ളക്കടത്താക്കി കണ്ടുപിടിച്ചുകൊണ്ട് വരുമ്പോൾ എന്തൊരു വൃത്തികെട്ട പരിപാടിയല്ലേ ഇത്. ഇറക്കിയവനൊന്നും പ്രശ്നമില്ല, മേടിച്ചവനാണ് പ്രശ്നം. ഇറക്കിയവനെ ആദ്യം കണ്ടുപിടിക്കും സർക്കാരെ, കേന്ദ്ര സർക്കാരെ. നാണമില്ലാത്ത പരിപാടി കാണിക്കാതെ. ആ വാഹനം അവിടുന്ന് കടത്തിയിട്ടുണ്ടെങ്കിൽ അത് പട്ടാളക്കാർ വിറ്റ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ആ പട്ടാളക്കാർക്കെതിരെ ആക്ഷൻ എടുക്കൂ. അവരാർക്കാണ് വിറ്റതെന്ന് നോക്കി അവർക്കെതിരെ ആക്ഷൻ എടുക്കൂ. ആ വാഹനം ഇന്ത്യയിൽ നിന്ന് ഒരാൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ആക്ഷൻ എടുക്കുന്നതിൽ എന്ത് ലോജിക്കാ ഉള്ളത്? ഇവരെ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ വലിയൊരു മാഫിയെ കിട്ടുമോ? എവിടുന്ന് കിട്ടാനാ? ഇവരുടെ കയ്യിൽ നിന്ന് ആ വാഹനം മേടിക്കാൻ പോലുള്ള അധികാരം നിങ്ങൾക്കില്ല. ആ വാഹനം മോഷ്ടിച്ച വാഹനമാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് അതിനുള്ള പെനാൽറ്റി ഈടാക്കണം. അല്ലാതെ വാഹനം കാശ് കൊടുത്ത്, വാഹനം ഇഷ്ടപ്പെട്ട പണം കൊടുത്ത് വാങ്ങി, കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊടുത്ത് വാങ്ങിയ ആളുകൾക്കെതിരെ അല്ല ആക്ഷൻ എടുക്കേണ്ടത്. വളരെ മോശമായിട്ടുള്ള അവസ്ഥയാണ്. എന്തിനാണെങ്കിലും വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിനെപ്പറ്റിയുള്ള എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് അറിയാം. കൂടുതലായിട്ട് അറിയാനൊന്നും ഇല്ലാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതെന്തായാലും കേസ് ഉടനെ തന്നെ മാഞ്ഞു. നമുക്കറിയാം, കസ്റ്റംസ് ഉദ്യോഗസ്ഥന്റെ ഒരു ഇന്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു കോൾ വന്നിട്ട് ആ സാർ ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് പോകുന്നുണ്ട്. അതായത് ആരോ മുകളിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, ഈ ആവശ്യമില്ലാത്ത പരിപാടികൾ, ആവശ്യമില്ലാത്ത സംസാരം വേണ്ട, മമ്മൂട്ടിക്കും ദുൽഖറിനും എതിരെ, പൃഥ്വിരാജിനും എതിരെയുള്ള ഈ ഒരു കളി നിർത്തിക്കോ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വിളിച്ചായിരിക്കും സിനിമയിലെ കാണുന്ന പോലെ. എന്ത് തന്നെയാണെങ്കിൽ എന്തൊരു വൃത്തികെട്ട പരിപാടിയാണല്ലേ. ഈ മേടിച്ചവനാണ് പ്രശ്നം, വിറ്റവനും മോഷ്ടിച്ചവനും ഒന്നും ഒരു പ്രശ്നമില്ല. അവരെല്ലാം രാജ്യസ്നേഹികളാണ്. മേടിച്ചവനോ രാജ്യദ്രോഹി. എന്തൊരു അവസ്ഥയാണല്ലേ ഇവരുടെ എന്ന് പറയുന്നത്.